ജോസഫിന് ദൃശ്യം 4 കഥ കിട്ടിയിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ തരും. ഒരു മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ ഏതറ്റം വരെ പോവോ അത്രയും പോകുന്നുണ്ട്. ജോർജ് കുട്ടിനേക്കാളും വലുതാണ് പിണറായി വിജയൻ എന്ന സത്യം. ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്ക് ഇറങ്ങാം. അത്രയും തെളിവ് കിട്ടിയിട്ടും അത് ന്യായീകരിക്കാനും അതിൻ്റെ ഒപ്പം നിൽക്കാനും പാർട്ടിക്കാർ കുറേ ആൾക്കാരുള്ളതുകൊണ്ടേ എന്ത് നടക്കും ഇവിടെ. പക്ഷെ എല്ലാ പാർട്ടിക്കാരും ഇല്ല കേട്ടോ. എനിക്ക് കുറെ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ പാർട്ടി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഉൾപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ മാറ്റങ്ങളുണ്ട് പാർട്ടിയുടെ ഉള്ളിൽ. നല്ല കാര്യം. ഇനിയിപ്പോൾ ഇഡിക്കെതിരെ ആക്രമിച്ചവർക്ക് ജീവിതകാലം മുഴുവനുള്ളത് കിട്ടും. സ്വരാജിന്റെ സത്യാനന്ദ തള്ളു കേട്ടില്ലേ? അണ പൊട്ടിയെത്തിയ ജനസഞ്ചയം നെറുകേടിനെതിരെ പ്രതികരിച്ചാണെന്ന്. ഇതൊക്കെ വിശ്വസിക്കാനൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് ഇവർക്ക് എന്തും പറയാം. ഈ ഇഡിയുടെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടം തന്നെയാണ്. കാരണം പണ്ടത്തെ ആട്ടിടേൻ്റെ അതേ അവസ്ഥയാണ് ഇഡിക്ക് ഇപ്പോൾ. അന്വേഷണം 90% കേസും തെളിവില്ലാത്തതുകൊണ്ടും ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടും തള്ളിപ്പോയി. പിന്നെ BJP ഇവരെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പൊതുവെ ഉള്ളൊരു ആരോപണം. കുറേയൊക്കെ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ഇപ്പോൾ ശരിക്ക് തെളിവോടുകൂടി വന്നപ്പോൾ പഴയ പോലെ തന്നെ പുലി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊപ്പം കൂടി ആ സമയത്തൊന്നും പുലി വന്നില്ല. ഇപ്പം ശരിക്കും പുലി വന്നപ്പോൾ ആരും ഒപ്പം നിൽക്കുന്നുമില്ല. അതാണ് ഈടിയുടെ അവസ്ഥ. പക്ഷെ വീണ് ഇത് രക്ഷപ്പെടും തോന്നുന്നില്ല. കാരണം എല്ലാ തെളിവുകളും ഉണ്ട്, സമൻസും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ന്യായീകരിക്കാൻ നിൽക്കുന്ന പാർട്ടിക്കാരോട് എനിക്കൊന്നും പറയാനില്ല. മുമ്പ് ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകൻ ഇതേപോലെ ഒരു കേസ് വന്നപ്പോൾ നേരിട്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വിനീഷിനെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ഒരു വ്യക്തിക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല വിനീഷ്. ആ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. അത് അന്വേഷിക്കട്ടെ. ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. എത്ര ഉയർന്ന ശിക്ഷ വേണമെങ്കിലും കൊടുക്കട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഇപ്പോഴും പാർട്ടിക്ക് അറിയാൻ അങ്ങനെയാണ് നേരിടേണ്ടത്. അല്ലാതെ ആക്രമിച്ചിട്ടോ ആ പാവപ്പെട്ടന്മാരുടെ വണ്ടി തല്ലി പൊളിച്ചിട്ടോ അല്ല നിങ്ങൾ പാർട്ടി സ്നേഹം കാണിക്കേണ്ടത്. ഇതേ ബിനീഷ് കോടിയേരിയുടെ പ്രശ്നം വന്നപ്പോ പിണറായി വിജയനും ഇങ്ങനെയല്ല പറഞ്ഞത്. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നത്. അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതും നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്റെ പേരിലും തെറി പറയാനാ വരണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾ അതാണല്ലോ അണികൾ.